ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ സ്നേക്ക് റെസ്ക്യൂർ രാജി ഫ്രം ട്രിവാൻഡ്രം. ഇന്നൊരു സന്തോഷ വാർത്ത നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാമ്പിൻ കുഞ്ഞുങ്ങളെ റെസ്ക്യൂ ചെയ്ത റെക്കോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ് ഞാൻ. ഏറ്റവും മോസ്റ്റ് ഡേഞ്ചറസ് സ്നേക്ക് വിഭാഗത്തിൽപ്പെട്ട അണലി കുഞ്ഞുങ്ങളെ 75 അണലി കുഞ്ഞുങ്ങളെയാണ് ഞാൻ ഇന്ന് റെസ്ക്യൂ ചെയ്തിരിക്കുന്നത്. ഏകദേശം 10 വർഷത്തോളമായി പാമ്പ് പിടുത്ത ഫീൽഡിലേക്ക് അല്ലെങ്കിൽ സ്നേക്ക് റെസ്ക്യൂ ഫീൽഡിലേക്ക് ഞാൻ ഇറങ്ങിയിട്ട് ഇതുവരെ ഏകദേശം 3000-ഓളം പാമ്പുകളെ ഞാൻ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ പാമ്പ് പിടുത്ത ഫീൽഡിലേക്ക് ഇറങ്ങിയ ആദ്യത്തെ വനിത എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്, രാജി. ഞാനിന്ന് റെസ്ക്യൂ ചെയ്ത കുറച്ച് വിശേഷങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. ഈ വീഡിയോ തുടർന്ന് കാണാം. കണ്ടോ, കുഞ്ഞുങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഇവിടെ. കണ്ടോ, ശരിക്കും ഇവിടെ മൊത്തം കുഞ്ഞുങ്ങളെ ചട്ടയാണ്. കണ്ടോ, കണ്ടമാനം. ഒന്നുകൂടെ എടുത്തോട്ടെ. അണലി ഇരിക്കണ വാസസ്ഥലം മിക്കവാറും ഇതാവാനാണ് ചാൻസ്. ഇവിടെ ഒരു കുറച്ച് കല്ലടുക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇതിനകത്ത് അണലി കാണാം എന്നാണ് എൻ്റെ വിശ്വാസം. കാണും. പിന്നെ ഇവിടെ മുകൾ ഭാഗത്ത് മൊത്തം നമ്മൾ സെർച്ച് ചെയ്തു. 20 എണ്ണത്തിൽ കൂടുതൽ അവിടെ നിന്ന് കിട്ടി. വീടിൻ്റെ പരിസരത്തു നിന്നൊക്കെ കിട്ടി. അത് കഴിഞ്ഞിട്ട് ഇങ്ങ് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്ന് ഇവിടെ കുറച്ച് ഒരു പോർഷനുണ്ട്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുണ്ട്, ഇഷ്ടം പോലെ. അപ്പോൾ അതിനെയൊക്കെ എൻ്റെ സേഫ്റ്റി അനുസരിച്ചുള്ള വഴി പുല്ല് പറിച്ച് കളഞ്ഞതിന് ശേഷം വഴി ഒരുക്കിയിട്ടേ എനിക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റൂ. കാരണം കടി കിട്ടാൻ എൻ്റെ സേഫ്റ്റി നോക്കണമല്ലോ. അപ്പോൾ പിടിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഇന്നലെ പാതിരാത്രിയിൽ പട്ടി കുരയ്ക്കണായിട്ട് വീട്ടുകാർ വെളിയിലിറങ്ങി നോക്കിയപ്പോൾ ഒരു വലിയ സൈസ് അണലി അവർ കണ്ടു. എന്നെ ഇൻഫോം ചെയ്യണതിനകം വെച്ച് തന്നെ അത് എസ്കേപ്പായി. പക്ഷെ ഇന്ന് രാവിലെ അതേ സ്ഥാനത്ത് ഒരു അണലിയുടെ കുട്ടിയെ കണ്ട പ്രകാരം അവരെന്നെ അറിയിക്കുകയും ഞാൻ വേഗം അവിടെ എത്തി അതിനെ റെസ്ക്യൂ ചെയ്തു. പിന്നീട് പരിസരം വാച്ച് ചെയ്തപ്പോൾ ഒന്നുകൂടി കിട്ടി. എങ്കിലും ഞാൻ ആ വീടിൻ്റെ പരിസരം വിട്ട് പുറത്തോട്ടൊന്ന് വാച്ച് ചെയ്തപ്പോൾ അവരുടെ പുരയിടത്തേക്ക് നോക്കിയപ്പോഴാണ് ഈ 75 കുഞ്ഞുങ്ങളെയും റെസ്ക്യൂ ചെയ്യാൻ കഴിഞ്ഞത്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5:30 വരെ ഈ മിഷൻ ഉണ്ടായിരുന്നു. അത്രയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ആരെയും ഇതിലേക്ക് ഈ പുരയിടത്തേക്ക് ഇറക്കാനും വയ്യാത്തൊരു സിറ്റുവേഷനായിരുന്നു. കാരണം ഇത്രയും കുഞ്ഞുങ്ങളിങ്ങനെ ഓടി നടക്കുമ്പോൾ എനിക്ക് വിശ്വസിച്ചാരെ ഇറക്കാൻ പറ്റില്ല. അവരുടെ സേഫ്റ്റി എനിക്ക് നോക്കണമല്ലോ. അങ്ങനെ വലിയൊരു ദൗത്യം തന്നെയാണെന്ന് ഞാൻ ഏറ്റെടുത്ത് ചെയ്തത്. ദൈവത്തോട് നന്ദി പറയുന്നു. എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.